ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി പേപ്പർ ക്രാഫ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നൊരു പച്ച കളറുള്ള A4 ഷീറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയത് യെല്ലോ പേപ്പറിലായിരുന്നു. പിന്നെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു 2 സെൻറ്റിമീറ്റർ വീതം ഇതുപോലെ നമ്മൾ ആദ്യം മടക്കിയെടുക്കാം. അതിനുശേഷം അതൊന്ന് നിവർത്തി വെച്ചിട്ട് ഈ മടക്കിയതിൻ്റെ ഉള്ളിലുള്ള ഒരു വശം മാത്രം നമ്മൾ ഇതുപോലെ ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. താഴേക്ക് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ ആ മടക്കിയ ഒരു ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഒരു വാഴയില പോലെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വേറൊരു പേപ്പറിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്ററുള്ള 2 പീസ് വെട്ടിയെടുക്കണം. ഒരു പീസ് മതി, കാരണം ഈ ഒരു A4 ഷീറ്റിൻ്റെ ലെങ്ത്ത് പോരാത്തത് കൊണ്ട് നമ്മൾ ക്രോസ് ആയിട്ട് 2 പീസ് വെട്ടിയെടുത്തിട്ട് ജോയിൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ 2 പീസും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആ മടക്കി വെച്ച ആ ഒരു മടക്കിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കാം. ഇനി ഇതിൻ്റെ മറ്റേ വശത്ത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച ഭാഗം മടക്കി നേരെ തിരിച്ചൊട്ടിക്കാം. അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു പേപ്പർ അത് ഏറ്റവും ഉൾവശത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിൽ 2 പീസ് ഒട്ടിയെടുക്കുന്നുണ്ട്. അതായത് നമുക്കിതിനെ ഭിത്തിയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കയറുണ്ടാക്കണം, ഒരു നൂല്. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്ററിൽ 2 പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം നടുവിലെ കൂടെ കുറച്ച് ഗം വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഒന്ന് സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടായിട്ട് മടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കൊരു വള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അധികം വരുന്ന ഈ ഒരു പീസിൽ ഗമ്മ് വെച്ചിട്ട് ഇതിനെങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിക്കാം. ഒരു പീസ് അകത്തേക്കും രണ്ടാമത്തത് ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് ഇതിനകത്തേക്കും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു വള്ളി ഇതിലേക്ക് ഒട്ടിച്ച് ചേർക്കണം. അതിന് നമ്മളിതാ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളിതിനെ ഇങ്ങനെ വെച്ചിട്ട് ക്രോസിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നു. അതിനുശേഷം അതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് പേപ്പറും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇളകി പോരാതിരിക്കും. ഇനി നമ്മൾ യെല്ലോ കളറിലെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ നമ്മൾ വെട്ടിയെടുക്കണം. കുറച്ച് കൂടുതൽ വേണം, ഒരു 5-10 പീസ്, 10 പീസോ 20 പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെട്ടിയെടുക്കാം. അപ്പോൾ ഏതായാലും ഞാൻ വെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ വെട്ടിയിട്ടുണ്ട്. ഞാൻ വെട്ടിയിട്ട് സ്റ്റാറൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ സ്റ്റാറായിട്ട് തന്നെ വെട്ടാം. അപ്പോൾ ഞാൻ യെല്ലോ ബ്ലൂ ഇങ്ങനെ ഒരു 10-20 പീസ് മിക്സ് ആക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കൃത്യമായ ഒരു ഓർഡറിലല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചറപറ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇതാ ഒരു 1.5 സെൻറ്റിമീറ്റർ വീതിയിലൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ മടക്കിൻ്റെ ആ ഇടയിൽ വരുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. അത് നമ്മൾ വെട്ടി ഒഴിവാക്കുക. പിന്നെ ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കോണാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മിഡിൽ നമുക്കൊരു
ബട്ടൺ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ കളർ പേപ്പറിൽ ഇതുപോലെ റൗണ്ട് വെട്ടിയെടുക്കുകയാണ്. അത് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അതും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത ആ ഒരു വള്ളിയിലേക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു സാധനം ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടെ ഒരു വീതിയിലൊരു പേപ്പർ വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലൊരു കുമ്പിളുണ്ടാക്കണം. ആ കുമ്പിളുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മളതിലേക്കൊരു നൂല് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന നൂലാണ്. അത് കുറച്ച് നീളത്തിലെടുത്തിട്ട് നമ്മളിതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഞാനൊരു 3 പീസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു യെല്ലോ കളറിൽ തന്നെ ഒരു 3 പീസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ ഏത് പേപ്പറാണെന്ന് വെച്ചാൽ ആ പേപ്പർ ഉപയോഗിക്കാം. അതിനുശേഷം ബ്ലൂ കളറിൽ ഞാൻ 3 ഹേർട്ടും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗം വെച്ചിട്ട് നൂല് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഏകദേശം ഒരേ ഹൈറ്റിൽ തന്നെ ഒട്ടിച്ചെടുക്കാം 3. അപ്പോൾ അത് 3 നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി 3നെയും കൂടെ നമുക്ക് ഒരു ഓർഡറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പീസ് പേപ്പറും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രീൻ കളർ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇത് 3ഉം വ്യത്യസ്തമായ ഹൈറ്റിലാണ് ഇവിടെ ഒട്ടിക്കുന്നത്. ഒന്ന് കുറച്ച് മുകളിലായിട്ട് അതിന് കുറച്ച് താഴെയായിട്ട് അടുത്തൊരു പീസും കൂടെ ഒട്ടിക്കുക. അടുത്ത പീസ് അതിനേക്കാളും കുറച്ചും കൂടെ താഴെയായിട്ട് ഒട്ടിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒട്ടിക്കാം. അത് വേണമെങ്കിൽ തിരിച്ച് സെൻറ്ററിലുള്ളത് ഫുള്ള് താഴെയും ബാക്കി 2 കുറച്ച് മുകളിലായിട്ടൊക്കെ ഒട്ടിക്കാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ 2 വശവും നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിന് അധികമുള്ള നൂലും ബാക്കി വരുന്ന പേപ്പറൊക്കെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശമായി. ഇനിയിപ്പോൾ ഇതാ ചെയ്യുന്നത് വെച്ചാൽ താഴെയുള്ള ഈ 3 പീസിൽ നമ്മൾ കുറച്ച് ഗം വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം.